സംസ്ഥാന മന്ത്രിസഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഗവർണറുടെ പേരിലാണ് ഇറക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 അനുസരിച്ചാണ് മന്ത്രിസഭ നിയമസഭയിലും മന്ത്രിമാരുടെ കൗൺസിലും എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഗവർണറുടെ പേരിലാണ്. എക്സിക്യൂട്ടീവ് അധികാരങ്ങളെല്ലാം ഇറക്കുന്നത് 166 അനുസരിച്ചാണ്. മന്ത്രിസഭ പല കാര്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഒരു ഗവൺമെൻറ് ഉത്തരവിറങ്ങുന്നതിന് ഗവർണർ അംഗീകാരം വേണം. അങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം കോൺട്രാക്ട് ഓഫ് ബിസിനസ് ഗവൺമെൻറ് ചെയ്യുന്നതെല്ലാം ആർട്ടിക്കിൾ ഭരണഘടനയുടെ 166 വകുപ്പ് അനുസരിച്ചാണ്. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ഇറക്കുന്നത് 166(1) പ്രകാരമാണ്. മന്ത്രിസഭ എടുക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് അധികാരവും ഗവർണർ ഒപ്പിട്ട് ഇറക്കുമ്പം ഭരണഘടനയുടെ 166(1) പ്രകാരമാണ്. ഗവർണറുടെ പേരിൽ അല്ലെങ്കിൽ മന്ത്രിസഭ എടുക്കുന്ന അധികാരങ്ങൾ, എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, പുതിയ നിർമ്മാണങ്ങൾ അതെല്ലാം ഗവർണർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചലഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണ് 166(2) പറയുന്നത്. ആർട്ടിക്കിൾ 166(2) അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 167 ഭരണഘടനയുടെ അതിൽ പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് മിനിസ്റ്റേഴ്സ്, മുഖ്യമന്ത്രിയുടെയും അതുപോലെ മന്ത്രിമാരുടെയും ചെയ്യുന്ന പ്രവൃത്തികൾ ഭരണഘടനാനുസൃതമാണ്. അത് 167 പ്രകാരമാണ്, ആർട്ടിക്കിൾ 167 പ്രകാരമാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ 167 പ്രകാരമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ. ഒരു മന്ത്രി എടുക്കുന്ന തീരുമാനം അത് നിയമമായിട്ട് വരാൻ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ച് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ഗവർണറെ അറിയിക്കണം. അപ്പോൾ ഗവർണർ കുറിയിട്ടും ചിലപ്പോൾ അത് പഠിച്ചിട്ട് മടക്കി അയക്കും. അതിനകത്ത് വിശദീകരണം വേണം. ആ മന്ത്രി എടുത്ത തീരുമാനം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രി അംഗങ്ങളും യോജിച്ച് അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എടുത്ത തീരുമാനം, ഇങ്ങനെയൊക്കെ ധാരാളം കുറികൾ വരും. അപ്പോൾ അത് അനുസരിച്ച് ഗവർണർ ചിലപ്പം കുറച്ച് ദിവസം ബില്ല് പിടിച്ചു വെക്കും. അതിനുശേഷം ബില്ല് മടക്കി അങ്ങോട്ട് തന്നെ അയക്കും. ചിലപ്പോൾ ചില കാര്യത്തിന് ഗവർണർ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ക്ലാരിഫിക്കേഷന് ഒക്കെ ചോദിക്കാം. ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും. എങ്ങനെ വന്നാലും ശരി, വളരെയധികം കാലതാമസം പല തീരുമാനങ്ങൾ മന്ത്രിസഭ എടുക്കുന്നതിന് ഗവർണറുടെ അപ്രൂവ് കിട്ടാതെ വരും. കേരളത്തിലും തമിഴ്നാട്ടിലും അത് സംബന്ധിച്ച് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും മന്ത്രിസഭയും അതുപോലെ തന്നെ മന്ത്രിമാരും ഗവർണറും തമ്മിലുണ്ടായിട്ടുണ്ട്. ഇപ്പം സുപ്രീം കോടതി ഈ ഒരു വിഷയം ഇപ്പം പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ ഭരണഘടനാ ബെഞ്ചിലാണ് അത് പരിശോധിച്ചത്. അത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അവരുടെ പല ബില്ലുകളും അവിടുത്തെ ഗവർണർ തടഞ്ഞു വെച്ചു, അകാരണമായ ഡിലേ വരുത്തി. അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബില്ലുകൾ അയച്ചാൽ കേരളത്തിലും ആ രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ബില്ലുകൾ മന്ത്രിസഭ എടുത്ത തീരുമാനം അനുസരിച്ച്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുത്ത തീരുമാനം അനുസരിച്ച്, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗം അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്ത തീരുമാനം അനുസരിച്ച് ഗവർണർക്ക് അയക്കുന്നത്, അത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് അത് പരിശോധിച്ചിട്ട് തിരിച്ചയക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് എന്തെങ്കിലും അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് തിരിച്ചയക്കും. അത് പരിഗണിച്ച് ഗവൺമെൻറ് കറക്റ്റ് ചെയ്ത് വീണ്ടും അയച്ച് അങ്ങനെ ഗവർണർ ഉത്തരവ് വരാം. അല്ലാത്ത നയപരമായ പല കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവർണർ അവിടെ അത് പാസ്സാക്കാതെ മാസക്കണക്കിന് ചിലപ്പം വെച്ചെന്ന് വരും. ചിലപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. ഭരണഘടനാ ലംഘനാപരമായ സംഭവമാണോ എന്നൊരു സന്ദേഹം, ഒരു സംശയമൊക്കെ വന്നാൽ ഗവർണർക്ക് ഇന്ത്യൻ പ്രസിഡന്റിൽ അയച്ചു കൊടുക്കും. അതും സർവ്വസാധാരണമാണ്. പക്ഷേ ഗവർണറുടെയും പ്രസിഡന്റിൻ്റെയും ഈ ബില്ലുകൾ പരിശോധിക്കുന്നതിന് സമയക്രമം ഭരണഘടനയെ പറഞ്ഞിട്ടില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. അപ്പം തമിഴ്നാട് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഡ്വക്കേറ്റ് അഭിഷേക് മനു സിംഘ്വി പറഞ്ഞത്, കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും
ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകാരത്തിന് വേണ്ടി എക്സിക്യൂട്ടീവ് അധികാരം ഉള്ള അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അംഗീകാരം ലഭിക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനും ഗവർണർക്ക് അയച്ചു കൊടുത്താൽ അവിടെ അകാരണമായ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയബന്ധിതമായി പലതും തീരുമാനങ്ങൾ എടുക്കാൻ മന്ത്രിസഭകൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ഡിലേ അകാരണമായി രാഷ്ട്രീയപരമായിട്ടാകാം അല്ലാതെയുമാകാം ഇങ്ങനെ ഡിലേ വരുന്നത് കൊണ്ട് അതിനൊരു പരിധി നിശ്ചയിക്കണമെന്നാണ് അഭിഷേക് മനു സിംഗ്വി പറഞ്ഞത്. അപ്പോൾ അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഭരണഘടനാ ബെഞ്ച് അദ്ദേഹത്തിൻ്റെ വാദഗതിയിൽ അംഗീകരിച്ചില്ല. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് മറു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഡിലേ വന്ന് അതിനൊരു സമയക്രമം നമ്മൾ നിശ്ചയിച്ചു. 6 മാസത്തിന്, ഉദാഹരണത്തിന് 6 മാസത്തിനകം തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ 1 വർഷത്തിനകം തീരുമാനം എടുക്കണം. അങ്ങനെ അകാരണമായി ബില്ലുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ച് നടപ്പാക്കാൻ ഗവർണർ ഒപ്പിടുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള ഡിലേ വന്നാൽ അതിന് ഒരു സമയക്രമം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കും എന്നാണ് അഭിഷേക് മനു സിംഗ്വിയുടെ വാദം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ബെഞ്ച് അത് അംഗീകരിച്ചില്ല. കാരണം മറു ചോദ്യം ഇങ്ങനെയായിരുന്നു: അങ്ങനെ സമയക്രമം അനുസരിച്ച് അവർ പാലിച്ചില്ലെങ്കിൽ ഗവർണർക്കെതിരായിട്ടും ഇന്ത്യൻ പ്രസിഡന്റിനെതിരായിട്ടും നമുക്ക് ഒരു കോടതി അലക്ഷ്യ നടപടി എടുക്കാൻ പറ്റുമോ? ആ ചോദ്യത്തിന് ഉത്തരവില്ല. കാരണം ഇന്ത്യൻ പ്രസിഡന്റിനെയും ഗവർണറെയും ഒന്നും പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല ഭരണഘടന അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് ആ വാദഗതി തള്ളി. അങ്ങനെ സമയക്രമം നിശ്ചയിക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ 166-നകത്തും അതുപോലെ 167-നകത്തും 62 മുതൽ 167 വരെയും ആർട്ടിക്കിൾ 246 1 246 കാരണം ചില ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 246 അനുസരിച്ച് ചില നിയമനിർമ്മാണങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് അവർ ചിലപ്പം നിർമ്മിക്കാം. അതുപോലെ പാർലമെൻറ്റിലും ചില നിയമനിർമ്മാണങ്ങളൊക്കെ അവർക്ക് കൊണ്ടുവരാം, ബില്ല് പാസ്സാക്കാം. അത് അംഗീകാരം ലഭിക്കണമെങ്കിൽ അത് വെച്ച് താമസിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും ആ ഡിലേക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഭരണഘടന അനുസരിച്ച് അത് ഭരണഘടനാ ഭേദഗതിയായി പോകും. അതിന് അധികാരമില്ല. ഭരണഘടനയുടെ ഏതെങ്കിലും ലംഘനമായിട്ട് സുപ്രീം കോടതിക്ക് അത് കാണാൻ കഴിയില്ല. കാരണം ഗവർണർക്കെയും അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റിനെതിരായിട്ട് നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ ഭരണഘടനയിലെ ഈ ഡിലേയുടെ കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുന്ന കാര്യത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. പാസ്സാക്കുന്ന ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും പാസ്സാക്കുന്ന ബില്ലുകൾ അതിന് അംഗീകാരം കിട്ടാനായിട്ട് ചിലപ്പം ഡിലേ വന്നാൽ ആ ഡിലേക്ക് കാരണമായ കൊണ്ട് അവരെ കുറ്റപ്പെടുത്താനോ അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടത്താനോ കഴിയില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത്. അതുകൊണ്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങ് ബില്ല് അയച്ചു കൊടുക്കുക, അദ്ദേഹം അത് കൈവശം വെക്കും, ചിലപ്പം ഡിലേ ആകും, ചിലപ്പോൾ അദ്ദേഹം ഒപ്പിട്ട് അയക്കാം, ചിലപ്പോൾ ഒപ്പിട്ട് അയക്കാതെ വിശദീകരണം ചോദിക്കാം, അതിന് കാലതാമസം എടുക്കും. ഇല്ലെങ്കിൽ അദ്ദേഹം അത് സുപ്രീം കോടതി അദ്ദേഹം അത് ഇന്ത്യൻ പ്രസിഡന്റിന് അയക്കാം. അങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ അതിലപ്പുറം ഒന്നും ഭരണഘടന പറയാത്തത് കൊണ്ട് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ബെഞ്ചിൻ്റെ അഭിപ്രായം.